ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുറുക്കാണ്. മുറുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഞാനിവിടെ വറുത്ത് വെച്ചേക്കുന്ന പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് നമുക്ക് ഉഴുന്നെടുക്കാം. ഈ ഉഴുന്ന് നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകത്തക്ക രീതിയിൽ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം എന്താ ഇവിടെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇത് മതിയായിരിക്കും നമുക്ക്. ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായപ്പൊടി നിർബന്ധമാണ് കേട്ടോ ഇതിന്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്കൊരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. വെള്ളം നന്നായി ചെറു ചൂടുള്ള വെള്ളമാണ് ഇതിന് ശരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അതിനെ കുഴച്ചെടുക്കുക. ഫസ്റ്റ് തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ എൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായി ഞാൻ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനുള്ള അച്ചെടുക്കുക. അപ്പോൾ ഈ ഷേപ്പിലുള്ള അച്ചാണ് നമുക്ക് വേണ്ടത് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മാവ് നിറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ മുറുക്കൊന്ന് ചുറ്റിയെടുക്കുക റൗണ്ടിൽ. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ചൂടായ ശേഷം നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന മുറുക്ക് ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുറുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിനകത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.